tam tam tararam pam 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 tam tam tararam pam pa tare ra re ra re ra. പണികൾ വാങ്ങാൻ ചേച്ചിയുടെ ജീവിതം പിന്നെയും ബാക്കി. ഞാൻ കൃഷ്ണമൂർത്തിയുടെ പ്രേമം പിടിച്ചു വാങ്ങിയിരിക്കും. അതായത് ശ്വാസകോശ സ്പോഞ്ച് ആവുന്നത് ജിഞ്ചർ പാരഡൈസുമായി ജഗജില്ലികൾ. ജഗജില്ലികളുടെ കുട്ടിക്കൈകളിൽ ഇതാ ആരോഗ്യ സമ്പുഷ്ടമായ ജഗജില്ലി ജിഞ്ചർ പാരഡൈസ്. നമസ്കാരം. കുട്ടിക്കലവറയുടെ മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അജയേട്ടാ സ്വാഗതം. നമസ്കാരം. അജയേട്ടാ, നമുക്കിനി ആരെയാണ് ഇങ്ങോട്ട് വിളിക്കേണ്ടത്? ഇനി നമുക്ക് ഡിനിയെ വിളിക്കാം. ദിനി, വാവ്, വെൽക്കം. വെൽക്കം. ഹായ്. ഹായ്. ചന്ദനമഴയ്ക്ക് എന്താണ് ചന്തം? ചന്ദനമഴ ചന്തം തന്നെ. അല്ല, ഞാൻ എന്നാ പറയാ, എനിക്ക് റീന ചേച്ചീനെ പോലെ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവിടെയും കിട്ടി റീന ചേച്ചിക്ക് ഒരടി. വഴിയെ പോകുന്നതൊക്കെ എന്തിനാ റീന ചേച്ചി ഇങ്ങനെ ആയിരുന്നു? പണികൾ വാങ്ങാൻ ചേച്ചിയുടെ ജീവിതം പിന്നെയും ബാക്കി. പറയാൻ വേണ്ടി ആവേശത്തോടെ അവള് പോയേക്കുന്നത്. റീമി, ഞാനാണ് ചേച്ചി പോസിറ്റീവായിട്ട് ബൂസ്റ്റ് ചെയ്തത്. സയന പറഞ്ഞ പണികൾ മേടിക്കാൻ ചേച്ചിയുടെ ജീവിതം വീണ്ടും ബാക്കി. കാഴ്ചപ്പാടിന്റെ വ്യത്യസ്തത മനസ്സിലായില്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. സുഖായിരിക്കുന്നു. നല്ല രീതിയിൽ പോകുന്നു. ഈ കോസ്റ്റ്യൂം ഭയങ്കര ചേഞ്ച് ഉണ്ടല്ലോ, ഇതാരാ ഡിസൈൻ ചെയ്തത്? അതോ ഏതോ കടക്കാര് ചെയ്താ ചെയ്യാ, അവള് പോയി വാങ്ങി. ഞാനല്ല പോയി മേടിച്ചത്. ഗ്രീൻ റൂമിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് ഏറ്റവും നന്നായിട്ട് സെലക്ട് ചെയ്ത് തന്നാന്നൊക്കെ പറഞ്ഞ ഒരു വിവരണം. വെഡിങ് ആനിവേഴ്സറിക്ക്. അതെ അതെ. ഇതോ വെഡിങ് ആനിവേഴ്സറിക്ക് തന്നാണോ? അതെ. ഓ, ഇത് സെപ്പറേറ്റ് ആണോ അതോ ഇങ്ങനെ സെറ്റ് ആയിട്ടാണോ? സെപ്പറേറ്റ് ആണ്. ഇത് ഇങ്ങനെ മാച്ച് ചെയ്ത് ഇടാനുള്ള ആരാ സെലക്ട് ചെയ്ത് ഇങ്ങനെ മാച്ച് ചെയ്തിടാന്ന്? ഈ ബ്ലാക്കും റെഡും ബ്ലൂവും എന്ത് കോമ്പിനേഷൻ? എന്താ കെട്ടിയോ നിങ്ങളൊക്കെ? നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ കളർ കോമ്പിനേഷൻ ആയാൽ മതിയോ? അല്ല, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കട കണ്ടുപിടിച്ച് പോയി മേടിക്കാനാണോ ഇതുപോലത്തെ? അല്ല, ആ കടക്കാരോട് പറയാൻ അജയ ഓർഡർ ആയി. ഓർഡർ ഒക്കെ ഞങ്ങൾ കൊടുത്തു. അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതുപോലത്തെ വാങ്ങിച്ചിട്ട് വന്നാൽ മതി. ചേച്ചി പറഞ്ഞു ഏത് കളർ കോമ്പിനേഷൻ ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇത്രയൊന്നും വേണമെന്ന് പറഞ്ഞു. ആണല്ലേ? അല്ല, കഴിഞ്ഞ തവണ ഇവിടെ വന്ന് ഫ്ലോറൊക്കെ അടിച്ച് കലക്കി പാട്ടൊക്കെ പാടി തകർത്തു പോയി. ഇന്ന് നമുക്ക് എന്താ ഇവിടെ വെച്ചിട്ടുള്ളത്? അല്ല, വേറെ സംഭവങ്ങളുണ്ട്. ഗ്രീൻ റൂമിലാണെങ്കിൽ ഇപ്പൊ കരോക്കെ പാട്ടിന്റെ ബഹളമാണ്. എവിടെ നോക്കിയാലും ചേച്ചിയുടെ ഫോണിൽ ഇങ്ങനെ കരോക്കെ ഒക്കെ പാട്ട് പാടുക. അങ്ങനല്ല ചേട്ടാ, അറിഞ്ഞ് പണികൾ കൊടുക്കണം. പക്ഷേ ഈ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നിയത് പാട്ട് വേണ്ട. വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തിൽ നല്ല മനോഹരമായ ഒരു പാട്ടുണ്ട്. അതിൽ ദിലീപേട്ടന്റെ വേഷം ഞാൻ പ്രേമിക്കുകയായിരുന്നു. എനിക്ക് എന്തിനാ ഇങ്ങനെ നായികയുടെ വേഷം പറയേണ്ട കാര്യമില്ല. അല്ല, മനുഷ്യനെ അറിയാവുന്ന പണി തന്നാ പോരെ. പ്രേമിയും ഡിനിയും ചേർന്നിട്ടുള്ള ആ ഒരു ഡ്യുവറ്റ് നമുക്ക് കാണണ്ടേ? ക്ലാപ്പ് ചെയ്തേ.
ആ കലക്കി കളഞ്ഞു കേട്ടോ. ഓ പ്രേമി ജീവിക്കുമായിരുന്നു, കാമുകനായിട്ട് ജീവിക്കുമായിരുന്നു കേട്ടോ. രസമായിട്ട് രണ്ടുപേരും. പക്ഷെ കാമുകിക്ക് പൂ കൊടുക്കാൻ വിട്ടുപോയല്ലോ. പാട്ട് തീർന്നില്ലല്ലോ. പാട്ട് തീർന്നു കഴിഞ്ഞിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിരുന്നു. ആ ഞാൻ തീരാൻ നേരം തലയിൽ വെച്ച് കൊടുക്കാന്ന്. എന്നാ കൊടുത്തോളൂ, ഇപ്പൊ തന്നെ ആ കർമ്മം അങ്ങോട്ട് ചെയ്തോളൂ. ഓക്കെ. കുട്ടികളാരാ ഡിങ്ങിയുടെ കൂടെ ഉള്ള? കണ്ടോളൂ കണ്ടോളൂ, കണ്ടോ മനപ്പൊരുത്തം. ഇതിന്റെ കണ്ടോ മനപ്പൊരുത്തം. ഇനിയിപ്പോ ഇതിന് വളരെ സർപ്രൈസ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോ മെൻഡർ ചെയ്തു, നിങ്ങൾ രണ്ടുപേരുടെ ചെയ്തില്ലേ? ഇതേ സാധനം തന്നെ നമ്മുടെ കൃഷ്ണമൂർത്തി ദേവനന്ദനെ. വെരി ഗുഡ് വെരി ഗുഡ്. പൂ കൊടുത്തോ ഊരി. കൃഷ്ണമൂർത്തിയുടെ കയ്യിൽ പൂ കൊടുക്കണം. ഞാൻ സന്തോഷിച്ചിരിക്കുന്നു, ഒരു പൂ ഓസിന് കിട്ടിയല്ലോ ഒന്ന്. നോക്കട്ടെ. അമ്മ ഇപ്പൊ ഇവര് ചെയ്തത് കണ്ടല്ലോ. എനിക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ എങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റൂല. നിനക്കൊരു നല്ലൊരു അവസരം തന്നെ നീ കളഞ്ഞല്ലോ. ശരി, ഞാൻ ഒരു കാര്യം പറയാം, തലേ വെക്കണ്ട, ഒന്ന് കൊടുത്തേ നോക്കട്ടെ എങ്ങനെ നമുക്ക് കൊടുക്കുന്നത്, നമുക്കൊന്ന് കാണാം. എങ്ങനെ പൂ കൊടുക്കുന്നേ? ഇങ്ങനെയാണോ കൊടുക്കുന്നത്? എന്നാ പിന്നെ ഞാൻ കൊടുത്തോളാം. കൊണ്ട് കൊടുക്ക്. 17 പൂങ്കരളിൻ പാടപ്പൂവിട്ടതെന്താണ്? പൂ തന്നപ്പോ തിരിച്ചെന്താ ഒന്നും പറയാതിരുന്നത്? അല്ല, പൂ കിട്ടിയപ്പോഴത്തേക്കെല്ലാം മറന്നുപോയി. ആണോ? അപ്പൊ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പൂ തന്നല്ലോ, ഇനി എന്താ പറയാനുള്ളത് കൃഷ്ണമൂർത്തിയോട്? ഒരു താങ്ക് യു പറയാലോ. ഇത്ര സ്നേഹത്തിലൊരു റോസാപ്പൂ തന്നിട്ട് അല്ലേ? സാധാരണ ഇങ്ങനെ റോസാപ്പൂ ഒക്കെ കൊടുക്കുമ്പോ ഒരു കാര്യം കൂടി പറയും, മാരി മീ എന്നൊക്കെ പറയും. ശരിക്കും ഞാൻ റോസാപ്പൂ കൊടുത്തു, പക്ഷെ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഇതുപോലെ ശരിക്കും ഞാൻ റോസാപ്പൂ കൊടുത്തു, പക്ഷെ എന്താ എന്നോട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്? എനിക്കാണ് ആ റോസാപ്പൂ തന്നിരുന്നെങ്കിലോ? അയ്യോ, അല്ലെങ്കിൽ കൂടെ സംസാരം കാരണം നിക്കാൻ വയ്യ. ഇനി ഇതും കൂടെ കിട്ടിയിട്ട് എന്നാണോ ആ സംസാരം? എനിക്ക് അങ്ങനെ ഒന്ന് റോസാപ്പൂ തരാവോ? ഞാൻ റിപ്ലൈ തരാം. ഒന്ന് കൊടുത്തു നോക്കിയേ. നോക്ക്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കുന്നേ പ്ലീസ്. എന്തായാലും കുട്ടിക്കലവറയുടെ എപ്പിസോഡുകളെല്ലാം തീരുന്നതിന് മുന്നേ ഞാൻ കൃഷ്ണമൂർത്തിയുടെ പ്രേമം പിടിച്ചു വാങ്ങിയിരിക്കും. ചാലഞ്ചാണ്. പിണങ്ങിപ്പോയി. ഇവിടെ കേറിയൊന്നും പറ്റില്ല, കേറിയൊന്നും പറ്റില്ല. ശരി, ഇന്ന് ഞാൻ വെറുതെ വിട്ടിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒരു ചോദ്യം ദേവനന്ദ പറഞ്ഞാലും മതി. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, കേട്ടിട്ടില്ലേ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അങ്ങനെയാണ് കിഡ്നി എന്തുപോലെ ഇരിക്കും? അതിന്റെ പുറകിൽ എന്തെങ്കിലും കഥയുണ്ടോ? ഹാർഡായിരിക്കുമോ കിഡ്നി? ഓക്കെ, മൈക്ക് കൊടുക്കും. അതായത് ശ്വാസകോശം സ്പോഞ്ച് ആവുന്നത് ശ്വാസകോശത്തിനകത്ത് ഈ ചിലവര് പുകവലിക്കത്തില്ലേ, പുകവലിക്കുമ്പോ ഇത് വന്ന് ശ്വാസകോശത്തെ പതിച്ച് നമ്മൾ തടിപ്പോവും. നമ്മുടെ കിഡ്നി എന്തോത്തിനാന്ന് വെച്ചാ ഒരു ഇത് എന്ത് വയറിലുള്ള സാധനം കിഡ്നി. ശ്വാസകോശം സ്പോഞ്ച് ആണെങ്കിൽ കിഡ്നി എന്തുപോലെ ഇരിക്കും? കിഡ്നി പറങ്ങാണ്ടിരിക്കും. എന്താ? കിഡ്നി പറങ്ങാണ്ടിയുടെ കൂട്ടിരിക്കും. പറങ്ങാണ്ടിയുടെ പോലെ ഇരിക്കുന്നു. ഓക്കെ. റീനയ്ക്ക് എന്തെങ്കിലും പറയണ്ടോ? ബലൂൺ പോലെ കിഡ്നിയാ നിങ്ങളുടെ? അങ്ങനെയാണെങ്കിൽ മറ്റേ ക്രിസ്മസ് ട്രീയിൽ തൂക്കിടാലോ. ഈ സിഗരറ്റ് വലിച്ചിട്ടുള്ള സ്മോക്ക് ഒക്കെ അങ്ങോട്ട് ചെന്നിട്ട് അതിങ്ങോട്ട് വീർത്ത് ബലൂൺ പോലെ വരും. സിഗരറ്റ് വലിക്കുന്നവരെല്ലാരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കിഡ്നി ബലൂൺ പോലെയാവും. ഇത് ഞാൻ പറഞ്ഞല്ല, റീന ബഷീർ പറഞ്ഞാണ്. ഓക്കെ. എന്റെ അഭിപ്രായത്തിൽ കിഡ്നി ഈ പയറൊക്കെ മുളച്ചു വരില്ലേ, മുളച്ചു വരുമ്പോ ഇങ്ങനെ ചെറിയ നാമ്പ് വന്നിട്ട് അതിന്മേലെ ഇങ്ങനെ പയറ് ഉണ്ടാവില്ലേ? ഓക്കെ, വള്ളിപ്പയർ പോലെ ഇരിക്കും കിഡ്നി. അത് കൊള്ളാം. രാമക്കൽമേട്ടിലൊക്കെ കിഡ്നി അങ്ങനെ കിഡ്നി പയറിന്റെ ഷേപ്പിലെന്നാണ് നമ്മൾ പറയാറുള്ളത്. അതെ. ഓക്കെ, എന്തായാലും സ്വല്പമെങ്കിലും ഇപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞ ആള് ചേട്ടന്റെ കിഡ്നി അൽസാബിത്ത് തന്നെയാണ്. കൃഷ്ണമൂർത്തി പറ. പറഞ്ഞോളി, ഞാൻ ക്ഷമിച്ചു. ഇപ്പൊ സ്പോഞ്ചിന്റെ കാര്യല്ലേ പറഞ്ഞേ? അത് ബലൂൺ പോലെ വന്നിട്ട്
അത് വേറെടുത്ത് ടപ്പ് ചെയ്ത് പറഞ്ഞിട്ടു ഇടൂൺ പോലെ പൊട്ട് പോലെ അങ്ങോട്ട് വരും. ഇത് ആരാ പറഞ്ഞു തന്നെ ആൻസർ? ഞാൻ ആലോചിച്ച് പറഞ്ഞ. ഓ, ആലോചിച്ച് സ്വന്തമായിട്ട് പറഞ്ഞ ഒരു ആൻസർ ആണ് കേട്ടോ. അതോ സമയം കിട്ടുമ്പോ ഫോർട്ട് കൊച്ചിക്കൊക്കെ വരാറുണ്ടോ റീനയുടെ വീട്ടിൽ? ഓക്കെ, അപ്പോ എന്തായാലും ഗംഭീരായിരുന്നു അല്ലേ ഇവരുടെ? ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്താണ് കൃഷ്ണമൂർത്തി, ഷോ റോസാപ്പൂ ഒക്കെ കൊടുത്ത് തകർത്ത് കളഞ്ഞെന്ന് മാത്രമല്ല ഒരുപാട് ആരാധകരെ സമ്പാദിച്ചു. ഓ തീർച്ചയായിട്ടും. എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, കൃഷ്ണമൂർത്തിയുടെ അടുത്ത് അന്വേഷണം പറയാറുണ്ട് കേട്ടോ. ഒരുപാട് ആരാധകരുണ്ട് കൃഷ്ണമൂർത്തിക്ക്. എന്തായാലും വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്നാ ചോദിക്കേ, എന്നാ പറയേ. എനിക്ക് ഇപ്പൊ സന്തോഷമുണ്ട് ഇതിന് കൊടുത്ത്. സന്തോഷമുണ്ട്. അങ്ങനല്ല, പുള്ളി വിചാരിക്കുന്നുണ്ട് ഓസിന് എനിക്കൊന്ന് കൊടുക്കാൻ പറ്റിയല്ലോ ഈ ഒരു പേരില്. എന്തായാലും ഡിൻ ചേച്ചി താങ്ക് യു സോ മച്ച്. താങ്ക് യു എന്റെ കൂടെ ഡാൻസ് ചെയ്തതിന്. ഓ അതിനൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായി, അതിന് ഞാൻ നന്ദി പറയുന്നു. ഒരു സകല കല വല്ലഭയുടെ കൂടെ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? പിന്നെ ഒരു കൈയടിച്ചു കൊടുത്തേ. കയ്യടി കൊടുത്തേന്ന്. കയ്യടി കൊടുത്തേ. സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഐറ്റം ജിഞ്ചർ പാരഡൈസ് ആണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ് ജിഞ്ചർ പാരഡൈസ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ, അതിന് ആപ്പിൾ വേണം, ക്യാരറ്റ് വേണം, പഞ്ചസാര, ജിഞ്ചർ, പിന്നെ ഗ്രോണ്ട് വാട്ടറും കൂടെ വേണം. ഇത് കുടിക്കല് കേട്ടോ. അപ്പൊ ഇത് പുറത്തൊക്കെ പോകുമ്പോ അധികം കാണാറൊന്നുമില്ല. ഇത് ഭയങ്കര സ്പെഷ്യൽ ഒരു ഡ്രിങ്ക് ആണ്, നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ്. ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. ഇവളിങ്ങനെ അലമ്പിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് ഉണ്ടാക്കി തീർന്നില്ലെങ്കിൽ ഇവള് മൊത്തം കഴിച്ചു തീർക്കും, എനിക്ക് ഉറപ്പാ. ഞാൻ മുറിച്ചല്ലോ. അടിച്ചോട്ടെ. ചേട്ടന്റെ കത്തി എന്റെ കയ്യിലാ മുട്ടിയത്.
ഇത് കുടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അന്ന് തന്നെ വീണൂരിക്കും. നിന്റെ ചെറിയ തോന്നുന്നു എൻ്റെ കയ്യിലില്ല. പെട്ടെന്നൊന്ന് ചെയ്യോ? ചെയ്തോണ്ടിരിക്കുവല്ലേ. ഇതെന്താ തീരാതിരിക്കുന്ന പോലെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് എന്തൊന്നും ഒറ്റടായിരുന്നു. ഞാൻ ആദ്യം ഓർത്ത് ഈ ജിഞ്ചർ മാത്രം മതി ജിഞ്ചർ പാരഡൈസിന്. പിന്നെ കണ്ട ആപ്പിൾ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, അതൊക്കെ ചേർത്ത് ഉണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ജിഞ്ചർ പാരഡൈസ് ജ്യൂസ് റെഡി. ഇനി നീ വെച്ചാലേ പൂവ് കർത്താവേ, കഷ്ടകാലം ഇങ്ങനെ ഉണ്ടാവും ചേട്ടൻ. സൂപ്പർ യെസ് കഴിച്ചോക്കെ സൂപ്പർ. കഴിച്ചിട്ടും നിർത്തണം. സൂപ്പർ ടേസ്റ്റ് ഞങ്ങളുടെ. ഇത് കണ്ടോ ഞങ്ങളുടെ ജിഞ്ചർ പാരഡൈസ്. ഇന്നത്തെ കാന്താരി കലവറയിലെ വിജയി ഇവാഞ്ചലും സാഗിലുമാണ്. ഇന്നത്തെ കുട്ടിക്കലവറയിൽ പ്രേമിയില്ല, മെന്റേഴ്സ് ഇല്ല, മറ്റ് ബഹളങ്ങളൊന്നും തന്നെയില്ല. ഫ്ലോറിലുള്ളത് അഭിനന്ദുമായി വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന ഗിന്നസ് പക്രവും മാത്രം. ഈ കുട്ടിക്കലവറ വന്നിട്ട് എന്താ പഠിച്ചതെന്താ? എന്നെ കാണാൻ പഠിക്കേണ്ടി വന്നോ? കുക്ക് ചെയ്യാൻ പഠിച്ചോ? എന്തൊക്കെ കുക്ക് ചെയ്യാൻ പഠിച്ചോ? അത് എനിക്കറിയാമല്ലോ, പണ്ട് ഒരു മിനിറ്റ്. ചോദ്യങ്ങൾക്ക് നടുവിൽ തടസ്സമായി ഇടയ്ക്കിടെ കൃഷ്ണമൂർത്തി എത്തിയപ്പോൾ പക്രുവിന്റെ ശ്രദ്ധ ഒന്ന് കൃഷ്ണമൂർത്തിയിലേക്ക് മാറി. അല്ല, ദൈവൻ എന്തോ ഒരു കാര്യം. എന്താണ് പറയാനുള്ളത്? നമുക്കൊന്ന് കേൾക്കാം. അത് അഭിനന്ദിന് തീരെ പിടിച്ചില്ല. പിണങ്ങിപ്പോയ ഒരാള് വന്നു നമ്മുടെ അഭിനന്ദ്. നീ വന്ന അന്നേരം അവൻ പോയോ? എന്താ അങ്ങനെ? അവനല്ലേ, അവന് ഭയങ്കര പേടിയല്ലേ, അതുകൊണ്ടാ. നിങ്ങൾ തമ്മിൽ എന്നാ പ്രശ്നം? എന്നാ പേടിയോ നിനക്ക്? എന്നിട്ട് എനിക്കാരും തന്നിട്ടില്ല. ഇല്ലല്ലോ, നിനക്ക് പെണ്ണുങ്ങളെ അവൻ എന്തൊക്കെയാ പറയുന്നത് നിന്നെ പറ്റി? അവൻ പറഞ്ഞു കേട്ടോ? എന്നെ പറ്റിയല്ല, ഇവനെ പറ്റി. ആണോ? പെണ്ണുങ്ങളെ പ്രേമിച്ച് നാണയില്ലാത്തവനാ. ഈ കുട്ടിക്കലവറ വന്നിട്ട് ഒത്തിരി ആരാധകരുണ്ടായോ? ഈ ആരാധകരൊക്കെ ഇങ്ങനെ പക്രുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അഭിനന്ദ് ഫ്ലോറിൽ അരങ്ങ് തകർത്ത് നിൽക്കുമ്പോ അതാ കൃഷ്ണമൂർത്തി പിന്നെയും വരുന്നു. ഞങ്ങളെ കാണാറുണ്ടല്ലോ. ഇടയ്ക്കിടെയുള്ള കൃഷ്ണമൂർത്തിയുടെ ഈ ഇടപെടലിൽ പ്രതിഷേധിച്ച് അഭിനന്ദ് ഇറങ്ങിപ്പോക്ക് നടന്നു. ഇതെന്താന്നറിയാവോ? ഈ കുഞ്ഞുവല്ലേ എന്നെ ലവ് ചെയ്യുന്നുണ്ട്. Tam tam tararam pam 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 tam tam tararam pam pa tare rare rare ra dum dum sedam dum 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 nenjam paadum sangeetham kaadil ketkindrada.